ഇത് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തു തുടങ്ങിയ വർക്കായിരുന്നു. എൻ്റെ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോസ് മാത്രമേ ഞാൻ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ വന്നതാണ്. ഇത് നല്ല രീതിക്ക് തന്നെ വന്നതും, പക്ഷെ അവസാനം ഞാൻ കൊണ്ടുപോയി കല്ലുടച്ചതാണിത്. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിനാദ്യം മാക്സിമം പെറ്റൽസ് ആ കുപ്പിയിൽ നിന്ന് എടുക്കാൻ നോക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് പോവുക. പിന്നെ വലിയ ഷേപ്പിലൊന്നും കട്ട് ചെയ്യേണ്ട, കാരണം നമ്മളിതിൻ്റെ സൈഡ് മൊത്തം ബേൺ ചെയ്യുന്നുണ്ട്. ആ ഒരു ഈ പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കും. പിന്നെ ബേസ് പോലെ കിട്ടാനായിട്ട് ഞാൻ കുപ്പിയുടെ താഴത്തെ സെൻറ്റർ പോർഷനാണ് കട്ട് ചെയ്തെടുത്തത്. അതും ഞാൻ ജസ്റ്റ് ഒന്ന് തീ വെച്ചിട്ട് സൈഡ് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിരുന്നു. പിന്നത്തെ ഒരു കാര്യം, ഇത് സാധാരണ പശ കൊണ്ടൊന്നും ഒട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഗ്ലൂഗൻ തന്നെ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഓരോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പെറ്റൽസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ ലെയർ ഫോം ചെയ്തു, പിന്നെ രണ്ടാമത്തെ ലെയർ ഫോം ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇവിടെ വരെ എല്ലാം വളരെ ഓക്കെ ആയിരുന്നു, വളരെ ശരിയായിരുന്നു, പെർഫെക്റ്റ് ഓക്കെ. ഞാൻ ശരിക്കും ഇത് ഇവിടെ വെച്ച് നിർത്തിയാൽ മതി ആയിരുന്നു എനിക്ക് പിന്നീട് തോന്നി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനൊരു തണ്ടും കൂടെ വെച്ച് കൊടുത്താലോ എന്ന്. എന്തോ ഒരു കുറവില്ലേ എന്നൊരു ഫീലിൽ ഞാൻ തണ്ട് വെച്ച് കൊടുത്തു. ആ തണ്ടിന് ഞാൻ സ്ട്രോ വെച്ചിട്ട് ഡബിൾ സ്റ്റിക്ക് ടേപ്പ് വെച്ച് റോൾ ചെയ്തെടുക്കുക ചെയ്തേ. അതും ഫൈനായിരുന്നു, ഇതുവരെയും ഓക്കെ. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് കോളായി പോയത്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏത് പൂവ ക്രിസ്റ്റലായിട്ടിരിക്കുക, എന്നാൽ പിന്നെ കളറും കൂടെ അടിച്ചാലോ എന്ന്. ആ ഫസ്റ്റ് തടിയിൽ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് പണി പാളിയെന്ന്. കാരണം ഈ പ്ലാസ്റ്റിക് ആണല്ലോ, പ്ലാസ്റ്റിക്കിൽ ഈ ഫാബ്രിക് പെയിൻറ്റ് അടിച്ചിട്ട് അങ്ങോട്ട് നിൽക്കണില്ല. പിന്നെ ഞാൻ ഉള്ളിലും പുറത്തും 2-3 കോട്ട അടിച്ചിട്ടൊക്കെയാണ് ആ റെഡ് കളർ മൊത്തത്തിലൊന്ന് കിട്ടിയത്. പിന്നെ അതും പോരാഞ്ഞിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു യെല്ലോ കളർ പെയിൻറ്റും കൂടെ അടിച്ചു കൊടുത്തു, ഒരു ഒറിജിനാലിറ്റിക്ക്. എന്തിനായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കണേ. പിന്നെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമായി. പക്ഷേ എനിക്ക് ക്രിസ്റ്റൽ ലുക്കാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ പുറത്തൊക്കെ വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. എല്ലാവർക്കും ബൈ.